ആരോടും പറയാൻ വയ്യാത്ത വിഷയങ്ങളുമായി നീ നിലവിളിക്കുകയാണെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 34-ാമത്തെ സങ്കീർത്തനത്തിൽ ചെറിയ ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കുറിവാക്യമായിട്ട് 34-ന്റെ 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു നിലവിളിയെ പറ്റിയാണ്. പ്രാർത്ഥന പലതരത്തിലുണ്ട്. ഞരക്കമുണ്ട്, നമ്മൾ ഞരക്കത്തോടെ പ്രാർത്ഥിക്കും, നമ്മൾ ചിലപ്പോൾ കരച്ചിലോടെ പ്രാർത്ഥിക്കും, ചിലപ്പോൾ നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ ഭക്തനായ ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും ദാവീദ് അവിടെ അബീമേലെക്ക് ദാവീദിനെ ഓടിക്കുന്ന ഒരു രംഗത്തിൽ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് ഈ 34-ാമത്തെ സങ്കീർത്തനം. ദാവീദ് അവിടെ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പല സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിലവിളിക്കുന്നത്, അല്ലേ? നമ്മളൊരു ദുഃഖ ഭവനത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ ഒരു നുറുങ്ങുന്നവരുണ്ട്, പക്ഷെ എന്നാലും നിലവിളിക്കുന്നവരുണ്ട്, അല്ലേ? ആ ദുഃഖത്തെ നിലവിളിക്കുന്നവരുണ്ട്. നമുക്ക് സഹിക്കാൻ വയ്യാതെ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നിലവിളിക്കുന്നത്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ആ നിലവിളിയുടെ പ്രാർത്ഥനയുടെ രംഗത്തിൽ നമുക്ക് ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ വളരെ വലുതാണ്. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മെ കരുതുന്നവനും നമ്മെ വിടുവിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. അവിടെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, സകല ഭയങ്ങളിൽ നിന്ന് രക്ഷിച്ചു. നമുക്കുണ്ടാകുന്ന ഭയം, നമുക്കുണ്ടാകുന്ന കഷ്ടം, നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങൾ, ഇവിടെ നിന്നെല്ലാം നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കർത്താവ് നമ്മളെ കരുതുകയും കർത്താവ് നമ്മളെ അവിടെ നിന്ന് വിടുവിക്കുകയും ചെയ്യുകയാണ്. സങ്കീർത്തനം 3:4 ദാവീദ് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിച്ചു, അല്ലേ? ഉച്ചത്തിൽ നിലവിളിക്കുക എന്ന് പറയുമ്പോൾ ശബ്ദമെടുത്ത് നമ്മൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. 18:6 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അപ്പം നിലവിളിക്കുന്ന പറയും അവിടെ എല്ലാം സങ്കീർത്തനം ഉടനീളം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 18:7 പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ഭാവന ഞാൻ പറയാണ്, കർത്താവ് ഉണരും, അല്ലേ? അല്ലെങ്കിൽ തന്നെ 121-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞ കർത്താവ് മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്നാണ്. നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ദൈവമാണ്, സദാസമയം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക. പക്ഷെ നമ്മൾ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മുടെ ഹൃദയം വേദനയിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ നിന്ന് വലിയൊരു ഉത്തരമരുളുവാനായിട്ടിടയായിത്തീരും. ഈ സങ്കീർത്തനത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങൾ അവനെ രക്ഷിച്ചു. അപ്പോൾ ആ കർത്താവിനോട് നിലവിളിച്ച് നോക്കിയാൽ നമ്മൾ ലജ്ജിക്കുകയില്ല, അനർത്ഥങ്ങൾ നമ്മളെ വിടുവിക്കും, സകല ഭയങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കും, നമ്മുടെ എല്ലാറ്റിൽ നിന്നും. അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആർക്കു വേണ്ടിയാണ് കർത്താവ് അവിടെ ഒരു വിടുതൽ കൊടുക്കുന്നത്? നിലവിളിക്കുന്ന, രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ഈ സങ്കീർത്തനം അതാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമ്പോൾ തന്നെ ദാവീദ് അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ നാമം അവൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിലവിളിക്കുന്ന ഒരു രംഗമാണ് 34-ാമത്തെ സങ്കീർത്തനം. ആ നിലവിളിക്കുമ്പോൾ അവൻ യഹോവയോട് ഹൃദയം നുറുങ്ങി നിലവിളിച്ചപ്പോൾ കർത്താവ് അവനെ ലജ്ജിതനാക്കുവാൻ ഇടയാക്കിയില്ല. നമ്മുടെയും ജീവിതത്തിൽ ലജ്ജാപകമായ വിഷയങ്ങളുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഭയം നമ്മുടെ ജീവിതത്തിൽ
നമ്മളെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടോ, സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. സകല അനർത്ഥങ്ങൾ അവയെല്ലാറ്റിൽ നിന്നും നിൻ്റെ ജീവിതത്തിൽ എന്തൊരു വിഷയമുണ്ടെങ്കിലും നിലവിളിക്കുക. ചില സന്ദർഭങ്ങളിലെ കർത്താവ് നമ്മളോട് പറയുള്ളൂ, നിലവിളിക്കാൻ അനുവദിക്കുകയുള്ളൂ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഞരങ്ങും, ചില സമയത്ത് നമ്മൾ നുറുങ്ങും, ചില സമയത്ത് നമ്മൾ കരച്ചിലായിരിക്കും. ആരോടും പറയാൻ വയ്യാത്ത വിഷയങ്ങളുമായി നീ നിലവിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ വിഷയത്തിന്മേൽ കരുതുകയും കർത്താവ് അവിടുന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അതിനതോട് ഞാൻ അറിയിക്കുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട്, കർത്താവിന് നമ്മുടെ വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് നിലവിളിക്കാം, പ്രാർത്ഥിക്കാം, കരയാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.